എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയാണ്. ദയവായി വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സബ്ജക്റ്റിനെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ആകും. അപ്പോൾ ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. Actually, classification of accounts are based on nature of business transaction. അതായത് ബിസിനസ് ഇടപാടുകളുടെ സ്വഭാവത്തിന് അനുസരിച്ചാണ് അക്കൗണ്ട്സിനെ തരംതിരിച്ചിരിക്കുന്നത്. ജനറലി there are 4 types of business transactions. അതായത് പൊതുവിൽ 4 തരം ബിസിനസ് ട്രാൻസാക്ഷൻസുകളാണ് ഉള്ളത്. 1 ഇൻകം ട്രാൻസാക്ഷൻസ്, 2 എക്സ്പെൻസ് ട്രാൻസാക്ഷൻസ്, 3 അസറ്റ്സ് ട്രാൻസാക്ഷൻസ്, 4 ലയബിലിറ്റീസ് ട്രാൻസാക്ഷൻസ്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും നേച്ചർ അനുസരിച്ചാണ് അവ ഏത് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നത്. There are 2 types of classification of account. അതായത് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. 1 as per traditional or British approach, 2 as per modern or American approach. ആദ്യം ട്രഡീഷണൽ ഓർ ബ്രിട്ടീഷ് അപ്രോച്ചിനെ പറ്റി പറയാം. അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച് അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ട്സിനെ ആദ്യം 2ആയി തരംതിരിക്കുന്നു: പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്. ഇംപേഴ്സണൽ അക്കൗണ്ട് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻടു 2. അതായത് ഇംപേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും 2ആയി തരംതിരിക്കുന്നു: റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ട്സിനെ പ്രധാനമായും 3ആയി തരംതിരിക്കുന്നു: 1 പേഴ്സണൽ അക്കൗണ്ട്, 2 റിയൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. ഇതിൽ ആദ്യം പേഴ്സണൽ അക്കൗണ്ടിനെ പറ്റി പറയാം. പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റ്സ് ടു പേഴ്സൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പറ്റിയുള്ള അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. 1 നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, 2 ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, 3 റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക വ്യക്തി, അതായത് മനുഷ്യരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ്, മിസ്റ്റർ എ തുടങ്ങിയവ. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് നിയമപരമായി വ്യക്തിത്വം ഉള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ ആണ്. അതായത് ബിസിനസ് സ്ഥാപനങ്ങളും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്, കമ്പനി, ബിസിനസ് ഫേംസ് തുടങ്ങിയവ. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളുമായോ സ്ഥാപനങ്ങളുമായോ ഇൻഡയറക്ട്ലി ബന്ധപ്പെട്ട അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അഡ്വാൻസസ് തുടങ്ങിയവ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. മൊത്തത്തിൽ ഇവയെല്ലാം തന്നെ പേഴ്സണൽ അക്കൗണ്ട് വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് പേഴ്സണൽ അക്കൗണ്ടിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തതായി റിയൽ അക്കൗണ്ടിനെ പറ്റി പറയാം. റിയൽ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു അസറ്റ്സ്. ബിസിനസിൻ്റെ അസറ്റ്സുകൾ അഥവാ ആസ്തികളെ പറ്റിയുള്ള അക്കൗണ്ട്, അതാണ് റിയൽ അക്കൗണ്ട്. ഒരു ബിസിനസ്സിൽ പല തരത്തിലുള്ള അസറ്റ്സുകൾ ഉണ്ടായിരിക്കും. അസറ്റ്സുകൾ തന്നെ 2 തരമുണ്ട്. 1 ടാഞ്ചിബിൾ അസറ്റ്സ്, 2 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സുകൾ എല്ലാം തന്നെ വിസിബിൾ ആൻഡ് ടച്ചബിൾ ആണ്. അതായത് കാണാനും തൊടാനും പറ്റുന്ന അസറ്റ്സുകൾ. ഫോർ എക്സാമ്പിൾ മെഷീനറി, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, വെഹിക്കിൾ, സ്റ്റോക്ക് തുടങ്ങിയവ. ഇൻടാഞ്ചിബിൾ അസറ്റ്സുകൾ വിസിബിൾ അല്ല, അതിന് ഫിസിക്കൽ പ്രസൻസ് ഇല്ല, അതായത് കാണാനും തൊടാനും പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, പാറ്റന്റ്, ബ്രാൻഡ് നെയിം തുടങ്ങിയവ. എല്ലാ അസറ്റ്സുകളും റിയൽ അക്കൗണ്ടിൽ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമതായി നോമിനൽ അക്കൗണ്ട്.
നോമിനൽ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു എക്സ്പെൻസസ് ആൻഡ് ഇൻകം ട്രാൻസാക്ഷൻസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളെയും ഇൻകത്തിനെയും പറ്റിയുള്ള അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ സാലറി, റെൻറ്റ്, പർച്ചേസ് എക്സ്പെൻസ് തുടങ്ങിയ എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ ഇൻകം ആണെങ്കിൽ സെയിൽസ് റവന്യൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് തുടങ്ങിയവ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിൽ 4 തരം ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ ആണ് ഉള്ളത്. അവയെല്ലാം തന്നെ ഈ 3 അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതായത് ഇൻകവും എക്സ്പെൻസും നോമിനൽ അക്കൗണ്ടാണ്. അസറ്റ്സുകൾ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും വരാം. ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ റിസീവബിൾസ് ആണ്, അതുകൊണ്ട് അത് അസറ്റ്സ് ആണ്. എന്നാൽ അത് പേഴ്സണൽ അക്കൗണ്ട് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഡെപ്പോസിറ്റ്, എമൗണ്ട് റിസീവബിൾ ഫ്രം കസ്റ്റമേഴ്സ് തുടങ്ങിയവ. അതുകൊണ്ട് അസറ്റ്സുകൾ ഒന്നുകിൽ റിയൽ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. ലൈബിലിറ്റീസ് എല്ലാം തന്നെ പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. കാരണം എല്ലാ ലൈബിലിറ്റീസും ഒന്നുകിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോടോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ലൈബിലിറ്റീസും പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. ഇതുവരെ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് അണ്ടർ ട്രഡീഷണൽ അപ്രോച്ചിനെ പറ്റിയാണ്. ചുരുക്കത്തിൽ അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച് ഓർ ബ്രിട്ടീഷ് അപ്രോച്ച് അനുസരിച്ച് 3 തരം അക്കൗണ്ടുകളാണ് ഉള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, മറ്റൊന്ന് റിയൽ അക്കൗണ്ട്, മൂന്നാമതായി നോമിനൽ അക്കൗണ്ട്. ഇനി നമുക്കറിയേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് അണ്ടർ മോഡേൺ അപ്രോച്ച് ഓർ അമേരിക്കൻ അപ്രോച്ചിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഇനി പറയാം. അണ്ടർ മോഡേൺ അപ്രോച്ച് അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. അതായത് മോഡേൺ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ട്സിനെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. 1 അസറ്റ് അക്കൗണ്ട്, 2 ലൈബിലിറ്റീസ് അക്കൗണ്ട്, 3 ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി അക്കൗണ്ട്, 4 റവന്യൂ ഓർ ഇൻകം അക്കൗണ്ട്, 5 എക്സ്പെൻസസ് അക്കൗണ്ട്. ഇതിൽ അസറ്റ് അക്കൗണ്ടിൽ ബിസിനസിന്റെ അസറ്റ്സുകളെ പറ്റിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മെഷീനറി, ഫർണിച്ചർ, ഗുഡ് വില്ല്, ബിൽഡിംഗ്, സ്റ്റോക്ക് തുടങ്ങിയവ. ഇതിൽ ലൈബിലിറ്റീസ് അക്കൗണ്ടിൽ ബിസിനസിന്റെ ലൈബിലിറ്റീസുകൾ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ലോൺ, ട്രേഡ് ക്രെഡിറ്റ് തുടങ്ങിയവ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബിസിനസ് ഓണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ പറ്റിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ബിസിനസിന്റെ ഒരു മെയിൻ ലൈബിലിറ്റി ആണ്. ഇതിൽ റവന്യൂ ഓർ ഇൻകം അക്കൗണ്ടിൽ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട മെയിൻ റവന്യൂ, അതായത് വരവുകൾ, അതുപോലെ തന്നെ അതർ ഇൻകംസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽസ് റവന്യൂ, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് തുടങ്ങിയവ. എക്സ്പെൻസ് അക്കൗണ്ടിൽ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളും ലോസസും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സാലറി, റെന്റ്, പർച്ചേസ് എക്സ്പെൻസ് തുടങ്ങിയവ. ചുരുക്കത്തിൽ മോഡേൺ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ട്സിനെ പ്രധാനമായും 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്തതായി ഇൻ അഡീഷൻ ടു ദിസ് വൺ മോർ അക്കൗണ്ട് ഈസ് ദെയർ ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺട്രാ അക്കൗണ്ട്. അതായത് നേരത്തെ പറഞ്ഞ 5 അക്കൗണ്ട്സിന് പുറമെ മറ്റൊരു അക്കൗണ്ടും കൂടി ഉണ്ട്. അതിനെ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ശരിക്കും ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്ന എമൗണ്ടുകൾ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് എമൗണ്ടുകൾ പിൻവലിക്കുമ്പോൾ ബിസിനസ് ഓണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കുറയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ചും മോഡേൺ അപ്രോച്ച് അനുസരിച്ചും 2 തരത്തിലാണ്. എന്നാൽ ഈ 2 തരം ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിനെയും ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബന്ധപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ എല്ലാത്തരം ട്രാൻസാക്ഷൻസുകളും ഈ 2 അപ്രോച്ച് അനുസരിച്ചും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ റിപ്പോർട്ടുകളും, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തുടങ്ങിയ എല്ലാ റിപ്പോർട്ടുകളും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ പറഞ്ഞത്
ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. ഈ അക്കൗണ്ട്സുകൾ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ടതെന്ന്. അതിനായി റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.